ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉംറക്ക് പോയതാണ്. അപ്പോൾ ഉംറക്ക് പോയി, അൽഹംദുലില്ലാഹ് ഉംറ കഴിഞ്ഞ് എല്ലാവർക്കും സലാം പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു. കുടുംബത്തിൽ നിന്നും അതുപോലെ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിന്. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്തിന്. അതുപോലെ മക്കത്ത് നിന്ന് ഞാൻ ഉംറ കഴിഞ്ഞ് ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം നോക്കാൻ വന്നതാണ്. സാധനങ്ങളെല്ലാം അങ്ങനെ നോക്കി പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു അത്തർ മാത്രം അവിടെ നിന്ന് വാങ്ങി. ബാക്കിയൊക്കെ നാട്ടിൽ പോകാൻ നോക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി ഉംറ ചെയ്യാൻ പോകുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മക്കത്തെത്തി ഉംറ ചെയ്ത് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ഉംറയെല്ലാം ചെയ്ത് അങ്ങനെ പോയി. അപ്പോൾ ഒരുപാട് ആളുകൾ മക്ക കാണാതെ ആളുകളുണ്ടാവും, ഹറമൊന്നും കാണാതെ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അറിയില്ല എത്രത്തോളം ഉപകാരപ്പെടുമെന്ന്. കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ ഇപ്പം വന്നിട്ട് 1.5 കൊല്ലം കഴിഞ്ഞ്. 1.5 കൊല്ലം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് 4ാമത്തെ ഉംറയാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് സമയം കിട്ടുന്ന ടൈമിൽ ഞാൻ ഉംറ ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ മക്കത്ത് ആയിരുന്നു എൻ്റെ വർക്ക്. അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ അവിടെ ഉംറക്ക് പോയതാണ്. എൻ്റെ കൂടെ ഒരു ചങ്ങായിയും കൂടി ഉണ്ടായിരുന്നു. അവനും ഞാനും ഉംറക്ക് 2 പേരുമാണ് പോയത്. അൽഹംദുലില്ലാഹ് ഹറമിലെ എല്ലാ ദുആയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് മക്ക ഹറമെല്ലാം കാണാൻ ഭാഗ്യം കൊടുക്കണമെന്ന് ദുആ ചെയ്യുന്നു. കാരണം എൻ്റെ ഉമ്മ മക്കത്ത് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടെല്ലാം എടുത്ത ടൈമിലാണ് ഉമ്മാക്ക് പെട്ടെന്ന് ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം വന്ന് പെട്ടെന്ന് ഉമ്മ ഞങ്ങളെ വിട്ട് ഈ ലോകത്തെ വിട്ട് വിട പറഞ്ഞു പോയത്. അതിൻ്റെ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ മക്കത്തെത്തുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം എൻ്റെ ഉമ്മ അവസാനമായിട്ട് എന്നോട് മരിക്കുന്ന മുന്നേ പറഞ്ഞ്, നീ ഗൾഫിലേക്ക് പോകണം, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നിനക്കൊരുപാട് കടങ്ങളില്ല. മരിക്കുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നെയാണ് എന്നോട് പറഞ്ഞ ഉമ്മ. അപ്പോൾ ഉമ്മ പറഞ്ഞ് അങ്ങനെ ഉമ്മ മരിച്ച് ഞാനങ്ങനെ ഒരു 5-8 മാസം നാട്ടിൽ തന്നെ നിന്ന്. അങ്ങനെ പിന്നെ തീരെ നിവൃത്തികേട് വന്നേരം അങ്ങനെ ഒരു സുഹൃത്ത് വഴി എനിക്ക് സൗദിയിലേക്ക് വിസ ഉണ്ടെന്ന് പറഞ്ഞു. ഡ്രൈവറെ വിസയാണ്, ഹൗസ് ഡ്രൈവറെ വിസയാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഭാര്യയും പറഞ്ഞ് ഉപ്പയെല്ലാം പറഞ്ഞ് പോയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അൽഹംദുലില്ലാഹ് ഇന്നേക്ക് ഞാൻ വന്ന് 1.5 കൊല്ലം കഴിഞ്ഞ്. ഏകദേശം 2 കൊല്ലം ആവാറായി. അപ്പം അങ്ങനെ വന്നിട്ട് അൽഹംദുലില്ലാഹ് വന്ന ടൈമിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പം അൽഹംദുലില്ലാഹ് ആ വിഷമങ്ങളെല്ലാം പഠിച്ചവന് മാറ്റിത്തന്ന് ഒരുപാട്. ഇപ്പം അൽഹംദുലില്ലാഹ് അങ്ങനെ അൽഹംദുലില്ലാഹ് ഞാൻ സൗദിയിലെത്തി. അങ്ങനെ ആദ്യമെല്ലാം ഒരുപാട് വിഷമങ്ങൾ സഹിച്ചെങ്കിലും ഇപ്പം അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല. ശമ്പളം കുറവാണെങ്കിലും ഹോട്ടലെല്ലാം കുറവാണ്, എന്നാലും ഒരുപാട് ഉംറയെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി മദീനത്ത് പോയിട്ടില്ല, മദീനത്ത് പോകണം. മദീനത്ത് പോകാൻ ദൂരം കൂടുതലായതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോകുന്നതിന് മുന്നേ ഒന്ന് മദീനത്ത് പോകണം. പിന്നെ ഒരു വട്ടമെങ്കിലും ഹറമിലും മക്കത്ത് എത്താൻ മദീന കാണാനും ആഗ്രഹമുണ്ടാകണം എല്ലാവർക്കും. കാരണം ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ അതിനുള്ള വഴി എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ നമ്മൾ മരിക്കുന്ന മുന്നേ ഒരു വട്ടമെങ്കിലും മക്കയും മദീനയും സിയാറത്ത് ചെയ്യണം. അവിടെ ഉംറയും തവാഫും ചെയ്യണം. അതൊരു മുസൽമാൻ്റെ കടമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതെല്ലാവർക്കും ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ ഞാൻ പോകുന്ന ടൈമിൽ
ഭയങ്കര തിരക്കായിരുന്നു. കാണുന്നില്ല, ഭയങ്കരം. കാരണം ഞാൻ ഹജറുൽ അസ്വദ് മുത്തണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല തിരക്ക് കാരണം. ഹജറുൽ അസ്വദ് മുത്തണ്ടിയിട്ടാണ് ഈ പെടാപ്പാടെല്ലാം എല്ലാവരും കഷ്ടപ്പെടുന്നത്, കാണുന്നില്ല. അങ്ങനെ ഞാൻ ഹജറുൽ അസ്വദ് മുത്താണ്ടിയിട്ട് ഞാൻ ഉള്ളിലോട്ട് നനഞ്ഞ് കയറുമ്പോൾ എൻ്റെ വാച്ച് ഞാൻ കെട്ടീന്, വാച്ചെല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ ആ വാച്ചെല്ലാം എടുത്ത് ഞാൻ ബാഗിലിട്ട് അങ്ങനെ പിന്നെയും ട്രൈ ചെയ്ത് നടക്കുന്നില്ല. അവസാനം അത് നടക്കാതെ ഞാൻ തിരിച്ചു പോയി. അങ്ങനെ കഅബ മുത്തീന് ഹജറുൽ അസ്വദ് മുത്താൻ പറ്റിയിട്ടില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. തിരക്കിൻ്റെ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തിരക്കുള്ള ടൈമിലായിരുന്നു ഞാൻ അവിടെ എത്തിയത്. അങ്ങനെ ഇപ്പോഴെന്ന് വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞ് ഹജ്ജ് എല്ലാം കഴിഞ്ഞ് ഹജ്ജിൻ്റെ ടൈമിൽ മക്കത്തേക്കായിരിക്കും പ്രവേശനമില്ലേനു. കാരണം അവിടെ പ്രവേശിക്കണമെങ്കിൽ അവിടെ ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാണ്ട് നമുക്ക് ചെക്ക് പോയിൻ്റ് കടക്കാൻ പറ്റില്ല. ഇപ്പം അൽഹംദുലില്ലാഹ് എല്ലാ ഇതും കഴിഞ്ഞ് ഇപ്പം ചെക്കിംഗ് ഒന്നുമില്ല. ഇപ്പം വണ്ടിയിൽ പേപ്പർ ഓക്കെ ആണെങ്കിൽ നമുക്ക് മക്കത്തേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഹജ്ജ് ഉംറൻ്റെ സീസണാണ്. ഇപ്പോൾ എല്ലാവരും ഉംറയ്ക്ക് നാട്ടിൽ നിന്ന് വരാൻ തുടങ്ങുന്ന ടൈമാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല, ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. കാരണം എനിക്ക് ഈ വീഡിയോ അങ്ങനെ ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. ഒരു ശ്രമം നടത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഓക്കെ. പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുക, അതുപോലെ നിങ്ങളും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളുണ്ട് നമ്മൾ സമൂഹത്തിൽ, ഹജ്ജും ഉംറയും ചെയ്യണമെന്നുള്ള. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പടച്ചവനെ സഫലീകരിച്ചു കൊടുക്കട്ടെ. ഞാനെന്നും ദുആ ചെയ്യുക, നിങ്ങളും ദുആ ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. സലാം.